الفرض أفضل من تطوع عابد حتى ولو قد جاء منه بأكثر إلا التطهر قبل وقت وابتداء للسلام كذاك إبر المعسري. ഇമാം സ്വാവി ഹാഷിയത്ത് സ്വാവിയിൽ പറഞ്ഞ ഒരു 2 വരി ബൈത്താണ് നിങ്ങൾ കേട്ടത്. എന്താണ് ഈ ബൈത്തിൽ പറയുന്നത്? അപൂർവമായ ഒരു 3 സുന്നത്തുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, സുന്നത്തിനേക്കാൾ പ്രതിഫലം കൂടുതൽ ലഭിക്കുന്നത് ഫർളിനാണ്. എന്നാൽ ഞാനിപ്പോൾ ചൊല്ലിയ ഈ ബൈത്തിൽ 3 സുന്നത്ത് പറയുന്നുണ്ട്. ഈ സുന്നത്തുകൾക്ക് ഫർളിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഫർളിനോട് തുല്യമായ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. സുന്നത്തിന്റെ പ്രതിഫലം മാത്രമല്ല എന്നർത്ഥം. അതിലൊന്നാമതായി പറഞ്ഞത് സമയത്തിന് മുമ്പുള്ള വുളു ആണ്. നമുക്കറിയാം, നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ വുളു ചെയ്യുക എന്നത് ഫർളാണ്. അത് നിർബന്ധമായൊരു വിഷയമാണ്. നിസ്കരിക്കണമെങ്കിൽ വുളു വേണം. അതേസമയം നിസ്കാരത്തിന്റെ സമയം ആകുന്നതിൻ്റെ മുമ്പ് തന്നെ വുളു എടുത്ത് തയ്യാറായിരിക്കുക എന്ന സുന്നത്താണ്. സത്യത്തിൽ സമയം പ്രവേശിച്ചാൽ മാത്രമേ, നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ മാത്രമേ നമുക്ക് വുളു ചെയ്യേണ്ടതുള്ളൂ. ഒരാൾ നിസ്കാരത്തിന്റെ സമയമാകുന്ന മുമ്പ് തന്നെ, എന്ന് വെച്ചാൽ ളുഹർ നിസ്കാരം 12:30 മണിക്കാണെങ്കിൽ ഒരാൾ 10 മണിക്ക് തന്നെ അല്ലെങ്കിൽ 11 മണിക്ക് തന്നെ വുളു എടുത്ത് തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ നിസ്കാരത്തിന്റെ മുമ്പ് ഫർളായ വുളുവിനേക്കാൾ മുമ്പ്, എത്രയോ മുമ്പ് ഒരാൾ സുന്നത്തായ വുളു എടുക്കുന്നുണ്ട്. ഈ വുളുവിന് ഫർളായ വുളുവിനേക്കാൾ പ്രതിഫലം കൂടുതൽ ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് സുന്നത്തായ വുളുവിന് ഫർളിന്റെ വുളുവിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. രണ്ടാമതായിട്ട് സലാം ആദ്യമായി പറയലാണ്. ഒരാൾ നമ്മോട് സലാം പറഞ്ഞാൽ ആ സലാമിന് മറുപടി കൊടുക്കൽ ഫർളാണ്. സലാം പറയൽ സുന്നത്താണെങ്കിലും അത് മടക്കൽ നിർബന്ധമാണ്. എന്നാൽ ഒരാളോട് ആദ്യമായി അങ്ങോട്ട് സലാം പറയൽ സത്യത്തിൽ സുന്നത്താണ്. ഇവിടെ മറുപടി കൊടുക്കുന്ന ഫർളിനേക്കാൾ പ്രതിഫലം ആദ്യം സലാം പറയുന്ന ആ സലാമിനെ, സുന്നത്തായ സലാമിനാണുള്ളത്. ഒരാൾ നമ്മളോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞാൽ നമ്മൾ മറുപടി പറയൽ നിർബന്ധമാണ്. എന്നാൽ ഇങ്ങോട്ട് ഒരാളോട് നമ്മൾ ആദ്യമായിട്ട് ഒരാളോട് സലാം പറയുക, ആ പറയുന്ന സലാമിന് നമ്മൾ മടക്കുന്ന ഫർളായ ആ പ്രതിഫലത്തിനേക്കാൾ ഇതിനൊന്നും കൂടി പവർ കൂടുതലാണ്, കൂടുതൽ പ്രതിഫലമുണ്ട്. മൂന്നാമതായി ബുദ്ധിമുട്ടുന്നവന്റെ കടം ഒഴിവാക്കി കൊടുക്കുക. കടുത്ത സാമ്പത്തികമായ പ്രതിസന്ധിയിലായ കടക്കാരൻ ഒരാൾ നമ്മളെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ വാങ്ങി. വലിയ പ്രതിസന്ധിയാണ് അദ്ദേഹമുള്ളത്. പണം തിരിച്ചടക്കാൻ അദ്ദേഹത്തിനൊരു സമയമില്ല, ഒന്നുമില്ല. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് പറഞ്ഞ ഡേറ്റിനേക്കാൾ കൂടുതൽ സമയം നീട്ടിക്കൊടുക്കുക. പ്രയാസമുള്ള ആളാണെങ്കിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സമയം നീട്ടിക്കൊടുക്കൽ അത് ഒരു നല്ല കാര്യമാണ്, അതൊരു നിർബന്ധമായ വിഷയമാണ്. എന്നാൽ അവൻ്റെ അവസ്ഥ കണ്ട് വളരെ ദയനീയമായ പ്രയാസപ്പെടുന്ന ആളാണെങ്കിൽ സമയം നീട്ടിക്കൊടുക്കുന്നതിന് പകരം ആ കടം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായി അല്പമെങ്കിലോ ആ പൈസ വേണ്ടെന്ന് വെക്കൽ അത് സുന്നത്താണ്. ഒരാൾ നമുക്ക് കാശ് തരാണ്ട്, അയാൾ വലിയ പ്രയാസത്തിലാണ് നമുക്കറിയാം. അപ്പം അയാളോട് പറയാം നമ്മളെന്ത്, നമുക്ക് കാര്യമായിട്ട് കാശ് തരുമ്പോൾ എന്തില്ല, പ്രയാസമില്ലെങ്കിൽ ആ കടം ഡേറ്റ് നീട്ടിക്കൊടുക്കുന്നതിനേക്കാൾ ആ കടം വിട്ടുകൊടുക്കൽ, അത് സുന്നത്താണ് വിട്ടുകൊടുക്കൽ. ആ സുന്നത്തായ കാര്യത്തിന് കടം വീട്ടാൻ സമയം നീട്ടിക്കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം കൂടുതലുണ്ട് എന്നാണ് മഹാന്മാർ പറയുന്നത്. കടം ഒഴിവാക്കി കൊടുക്കൽ അത് സുന്നത്താണ്. കടം വീട്ടാനുള്ള സമയം നീട്ടിക്കൊടുക്കൽ അത് നിർബന്ധമാണ്. സമയം നീട്ടിക്കൊടുക്കുന്ന നിർബന്ധത്തിനേക്കാൾ കടം പറ്റ ഒഴിവാക്കി കൊടുക്കുക എന്ന സുന്നത്തിന് കൂടുതൽ പ്രതിഫലമുണ്ട്. സഹോദരങ്ങളെ, ഈ 3 കാര്യം നമ്മൾ മറന്നുപോകരുത്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷയമാണ്. ഈ കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിച്ചു വെക്കണം. അല്ലാഹു തആല നമ്മളെ ഖബൂൽ ചെയ്യുമാറാവട്ടെ.